എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 12 തിങ്കളാഴ്ച മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്കുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കാണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു യുദ്ധസമാനമായ സംഘർഷങ്ങൾക്കായി വന്നതിനെ തുടർന്ന് വീക്കെൻഡിൽ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതോടെ ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഒരു പരിഹാരവും വിപണിക്കുന്ന ഒരു ബുള്ളിഷ്നെസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വേൾഡ് ലെവൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും കൂടി ചെയ്തപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറി. BSE സെൻസെക്സ് 2975 പോയിൻ്റ് ഉയർന്ന് 82,429 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 916 പോയിൻ്റ് ഉയർന്ന് 24,924 ക്ലോസ് ചെയ്തു. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 16.15 ട്രില്യൺ ഉയർന്ന് 432.56 ട്രില്യണായി വർദ്ധിച്ചിരിക്കുകയാണ്. ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് 3.85%, സ്മോൾ ക്യാപ്പ് 4.18% ഇന്ന് നേട്ടമുണ്ടാക്കിയത്. എല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും ഇന്ന് പച്ചയിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 80 6.7%, റിയാലിറ്റി 5.9% നേട്ടമുണ്ടാക്കി. അതുപോലെ മെറ്റൽ, എനർജി, ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG എന്നിവ 5.8% വരെയാണ് ഇന്ന് ഉയർന്നത്. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത 30 സ്റ്റോക്കുകളിൽ 28 എണ്ണവും ഇന്ന് പച്ചയിലാണ്. അതിൽ ഇൻഫോസിസ് 7.6%, HCL ടെക് 5.9%, ടാറ്റ സ്റ്റീൽ 5.6%, എക്സ്റ്റേണൽ അതായത് സൊമാറ്റോ 5.5%, TCS 5.4% എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നേട്ടമുണ്ടാക്കിയത്. ഇൻഡസിൻ ബാങ്കും സൺഫാർമയും മാത്രമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 14.6% ഇടിഞ്ഞ് 18.47 പോയിൻറ്റിലെത്തി. മോർണിംഗ് സെഷനിൽ 20%-ലധികം ഇടിഞ്ഞ് 17.79 എത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലും അതുപോലെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറും ചേർന്നുണ്ടായ ഒരു പോസിറ്റീവ് ജിയോ പൊളിറ്റിക്സും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഒന്നിച്ചു വന്നപ്പോൾ മാർക്കറ്റിൽ ഈ അടുത്ത കാലത്തെ ഏറ്റവും ശക്തമായ ഇൻട്രാഡേ റാലിക്കാണ് കളമൊരുക്കിയത്. ഈ വർഷം ഓഹരി വിപണിയുടെ കൺസോൾട്ടേഷനിൽ താരിഫ് പ്രശ്നം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. US ചൈന താരിഫ് യുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള പരിഹാരം നിക്ഷേപകർക്ക് ഒന്നിലധികം ചാൻസുകളാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ FIRസിൻ്റെ വരവ് ബിസിനസ് സെൻറ്റിമെൻറ്റിൽ പെട്ടെന്ന് പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ മൂലം റീറ്റെയിൽ പാർട്ടിസിപ്പേഷനിലെ ഉണർവ് എന്നിവ പ്രധാനമായും ഇന്നത്തെ നേട്ടത്തിന് കാരണമുണ്ടായിട്ടുണ്ട്. എന്നാൽ മൊമെൻറ്റം ശക്തമായി തുടരുന്നുണ്ടെങ്കിലും നിക്ഷേപകർ വരുമാന വളർച്ചയുടെ വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണ്. അത് വിപണി അടുത്ത കുറച്ച് നാൾ കൺസോൾട്ടേഷൻ അയക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ ശുഭാപ്തി വിശ്വാസം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്നിക്കലി നിഫ്റ്റിയിലുണ്ടായ ഈ കുത്തനെയുള്ള ഉയർച്ച 3 ആഴ്ചത്തെ കൺസോൾട്ടേഷൻ ശേഷമുള്ള ഉയർച്ചയുടെ തുടർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. മുമ്പത്തെ സ്വിംഗ് ഹൈയായ 24,857 ക്രോസ് ചെയ്ത് നിഫ്റ്റി ഇപ്പോൾ 25,200 ലെവലിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം 24,400, 24,600 സോണുകൾ ഏത് ഒരു ഇടിവിലും ഒരു സ്ട്രോങ് സപ്പോർട്ട് നൽകുമെന്നാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിനും മുകളിലാണ് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നടത്തിയിരിക്കുന്നത്. 24,130 നമ്മുടെ റെസിസ്റ്റൻസ് ലെവല്. അതിനും എത്രയോ മുകളിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏത് തരത്തിലാണ് ഇന്ന് ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടോ, ഏതായിരുന്നാലും ഇന്ന് പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. അതുപോലെ ബാങ്ക് നിഫ്റ്റി 53,900,
20 നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 54,623 അതുപോലെ സെൻസെക്സ് 79,870 പറഞ്ഞത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 80,860. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും ഇന്ന് ഹൈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമുക്ക് നാളെ റെസിസ്റ്റൻസ് ലെവൽ ആദ്യം പറയാം. 82,660 സെൻസെക്സിൽ നാളെ നമുക്ക് വാച്ച് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അതുപോലെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 82,170 സപ്പോർട്ട് സോണും ആയിരിക്കും. നമുക്ക് സെൻസെക്സിൽ നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 55,570 ആയിരിക്കും സപ്പോർട്ടായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ടത്. സപ്പോർട്ട് ലൈനായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ വാച്ച് ചെയ്യാവുന്നതാണ് 55,280. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 24,975 റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ സപ്പോർട്ടായിട്ട് 24,850. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.